വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ ലെക്ചർ സീരീസിൻ്റെ 7th പാർട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം എങ്ങനെ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, സമ്മേറ്റീവ് അസസ്മെൻറ്റിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് മനസ്സിൽ തോന്നുന്ന പ്രോംപ്റ്റ് എഴുതി നോക്കുക കേട്ടോ. നമ്മൾ പ്രോംപ്റ്റ് എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യാതിരിക്കേണ്ട. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാൻ ചിന്തിച്ച ഒരു പ്രോംപ്റ്റ്: ഐ ആം ടീച്ചിങ് പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം ഓഫ് റെക്ടാങ്കിൾ, സ്ക്വയർ, ട്രയാങ്കിൾ, ക്യൂബ് ആൻഡ് ക്യൂബോയിഡ്സ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് എഴുതേണ്ട കാര്യമില്ല. പെരിമീറ്റർ ഏരിയയും എന്തിനാണ്, റെക്ടാങ്കിളും സ്ക്വയറും ട്രയാങ്കിളുടെയും. വോളിയം എന്തിനാണ്, ക്യൂബും ക്യൂബോയിഡ്സിൻ്റെ ആണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഇങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. പ്ലീസ് ക്രിയേറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പർ ഫോർ സമ്മേറ്റീവ് അസസ്മെൻറ്റ്. ദർ ഷുഡ് ബി ക്വസ്റ്റ്യൻസ് അറ്റ് അണ്ടർസ്റ്റാൻഡ് ലെവൽ ആൻഡ് അനലൈസ് ലെവൽ. ഇതാണ് നമ്മളെ പ്രോംപ്റ്റ്. ഇത് ഞാൻ ഷെയർ ചെയ്യാം നിങ്ങളായിട്ട്. അപ്പോൾ ഈ പ്രോംപ്റ്റ് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാൻ അവിടെ ചെന്ന് ടൈപ്പ് ചെയ്താൽ മതി, പക്ഷേ എളുപ്പത്തിൽ സമയം ലാഭിക്കാൻ വേണ്ടി ഞാനിവിടെ നിന്ന് കോപ്പി ചെയ്ത് അവിടെ പേസ്റ്റ് ചെയ്യും. അപ്പോൾ ചാറ്റ് ജി പി ടി, ഇനി നിങ്ങളെപ്പോഴും നിങ്ങളുടെ ലാപ്ടോപ്പിൽ എപ്പോഴും ചാറ്റ് ജി പി ടിയുടെ ഒരു വിൻഡോ ഓപ്പൺ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കൊടുത്തു. വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മൾ എങ്ങനെ ഒരു സമ്മേറ്റീവ് അസസ്മെൻറ്റിന് വേണ്ടി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളതിൻ്റെ നമ്മൾ ചാറ്റ് ജി പി ടിയോട് പറയാം, നമ്മുടെ ആവശ്യം പറയാം, മനസ്സിൽ തോന്നുന്നത് പോലെ പറയാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്ത് അതിനെ ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ വേണമെങ്കിൽ, ഐ എം ടീച്ചിങ് പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം ഓഫ് റെക്ടാങ്കിൾ, സ്ക്വയർ, triangle, cubes and cuboids for 5th standard students. Please create a question paper for summative assessment. There should be questions at understand level and analyze level. അപ്പോൾ ഇതേപോലുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ, ഇത് എൻ്റെ കൂടെ ടൈപ്പ് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാണ്. ശരിക്ക് ക്യൂബോയിഡ്സിന് നമുക്ക് റെക്ടാങ്കിളും സ്ക്വയറിനൊന്നും ഏരിയ ഇല്ലല്ലോ, അല്ല വോളിയം ഇല്ലല്ലോ. എന്നാൽ അത് ചാറ്റ് ജി പി ടി മനസ്സിലാക്കും. അപ്പോൾ നമുക്ക് ചാറ്റ് ജി പി ടിയോട് കൊടുത്തു നോക്കാം. നമ്മൾ തോന്നുന്നത് പോലെ കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും ഇനി നിങ്ങൾ ലാപ്ടോപ്പിലൊക്കെ ഇതുണ്ടാവും. ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നു, ഐ ആം ടീച്ചിങ് പെരിമീറ്റർ, ഏരിയ ആൻഡ് വോളിയം for 5th standard
അപ്പോൾ ഇങ്ങനെ ഈ പ്രോംപ്റ്റ് കൊടുത്തു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ല, ഒരു ഐട്രേറ്റീവ് പ്രോസസ്സാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. സെക്ഷൻ എ വളരെ ഈസി ക്വസ്റ്റ്യൻസും സെക്ഷൻ ബി ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസും ആണ്. ആ ട്രയാങ്കുലർ പാർക്കൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയുള്ളൊരു പ്രശ്നം, മാർക്ക് പറഞ്ഞിട്ടില്ല, ടൈം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രോംപ്റ്റിൽ മാർക്ക് പറഞ്ഞിട്ടില്ല. പിന്നെ ഹെഡിങ് വേണമെങ്കിൽ അതും കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ പ്രോംപ്റ്റിൽ അതും കൂടെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എഡിറ്റ് പ്രോംപ്റ്റ് പഠിച്ചിരുന്നല്ലോ. ഇവിടെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ദ ക്വസ്റ്റ്യൻ പേപ്പർ should satisfy should have the following characteristics. ഒന്ന്, total mark 100. 2, understand level. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ കൊടുക്കാം. 100 മാർക്സ് തന്നെ കൊടുത്തേക്കാം. പിന്നെ 40-60 എന്ന് പറയുമ്പോൾ ഇതുണ്ടാവും. പിന്നെ പ്രൊവിഷൻ ഫോർ എൻ്ററിങ്. ഇപ്പോൾ ചില ഓരോ കോളേജിലും സ്കൂളിലൊക്കെ ഓരോ ഇതുണ്ടാവും, പ്രൊവിഷൻ ഫോർ എൻ്ററിങ് എന്താണ്. ഇപ്പോൾ നെയിമും ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയിം, റോൾ നമ്പറും കൂടെ വേണമെന്നിരിക്കട്ടെ. റോൾ നമ്പർ, ഡേറ്റ്, ഇത്രയും കാര്യങ്ങളും കൂടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേണമെന്നിരിക്കട്ടെ. ടോട്ടൽ ടൈം. അപ്പോൾ നമ്മൾ എത്രമാത്രം നമ്മൾ ക്വസ്റ്റ്യൻ സ്പെസിഫിക് ആക്കിയിട്ട് പറയുന്ന അത്രയും കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കിട്ടും. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ChatGPT ദൈവമൊന്നുമല്ല. ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കണം, എന്നിട്ട് അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ അതിനൊരു ഹാലൂസിനേഷൻ ഉണ്ടാകാം. ഇതപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ഒന്ന് റിഫൈൻ ചെയ്തു. എല്ലാമാതിരി ക്വസ്റ്റ്യൻസും ഉണ്ട്. ആദ്യം 4 ക്വസ്റ്റ്യൻ 8 മാർക്കിൻ്റെ, പിന്നെ മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് നല്ല ക്വസ്റ്റ്യൻ പേപ്പർ, രസമുണ്ട്. ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻസർ കീ ഒന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് ഇഷ്ടപ്പെട്ടു ക്വസ്റ്റ്യൻ പേപ്പർ. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ഞാനൊന്നും പറഞ്ഞില്ലല്ലേ, ഹെഡിങ്ങിൽ ഹെഡിങ് TKM കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിനാണ് കൊടുത്തത്. ഞാൻ TKM കോളേജ് ഓഫ് എഞ്ചിനീയറിങ്ങിലെ സാറാണെന്നറിയാം, ടീച്ചറാണെന്നുള്ള അറിയാം. അപ്പോൾ നമുക്ക് പറയാം, പ്ലീസ്
അപ്പോൾ എന്തായി, TKM ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് അവൻ ജനറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാമത് ചെയ്തപ്പോൾ മാറി കേട്ടോ. ഡിഫൈൻ ദ ഫോളോയിങ് ടേം, റൈറ്റ് ദ ഫോർമുല, മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ജനറേറ്റ് ചെയ്യുമ്പോൾ പല മാതിരിയായിട്ട് വരും. ആപ്ലിക്കേഷൻ ലെവൽ, ആൻസർ കീ ഉണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പം ഞാൻ പറഞ്ഞതിൽ നിന്ന് നമ്മൾ പ്രോംപ്റ്റ് എഴുതുന്നതിനെ പറ്റിയിട്ട് നിങ്ങൾ ബേജാറായിട്ട് പ്രോംപ്റ്റ് എഴുതാതിരിക്കണം. നിങ്ങൾ മനസ്സിൽ തോന്നുന്നു എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമല്ലോ. കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അപ്ഡേറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഐ എം ഷുവർ ദാറ്റ് യു ആർ ഓൺ യുവർ ഓൺ ഫൂട്ടിങ്. നിങ്ങളത് ഉപയോഗിച്ചു, അത് ട്വീക്ക് ചെയ്യാൻ പഠിച്ചു. സോ ഐ വോണ്ട് യു ടു യൂസ് ദിസ് ഫോർ യുവർ സബ്ജക്റ്റ്. ഗെറ്റ് ഗുഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ എന്നിട്ട് അതിൽ തെറ്റ് വരുന്ന കുട്ടികൾക്ക് അതിനും നിങ്ങൾക്ക് ഇത് ചോദിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടെ ഹാർഡാക്കണമെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പെർഫോമൻസ് മോശമായി, അതിനെന്ത് ചെയ്യണം, അത് വേണം ചോദിക്കാം. നമുക്കത് അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ പരീക്ഷ നടത്തിയിട്ട് ഇത് ശരിക്കും ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ ചെയ്യേണ്ടതായിരുന്നു. എന്നാലും ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷ സമ്മേറ്റീവ് അസസ്മെൻ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നു ഒരു കുട്ടി കുറച്ച് വീക്കാണ്. അപ്പോൾ അയാൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പ്രോബ്ലം വേണം, ഈസി ആയിട്ടുള്ള. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രോംപ്റ്റ് കൊടുക്കാം. I have found one student to be weak. Can you generate few simple questions in perimeter? ട്രയാങ്കിൾ വേണ്ട, പെരിമീറ്ററിൻ്റെ ഏരിയ, rectangle, so that he will feel confident. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളുടെ ഇമാജിനേഷൻ മാത്രമേ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആൻസറും കൂടെ അങ്ങ് തന്നു. അപ്പോൾ ആൻസർ ഒന്നിച്ച് വേണ്ട, നമുക്ക് കുട്ടി ക്വസ്റ്റ്യൻ മാത്രമല്ലേ കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ പറയാം താങ്ക് യു, ഐ വാണ്ട് ഓൺലി ദ ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തു എന്നിട്ട് അപ്പോൾ നമ്മൾ പറയാം കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻസ്. കുഡ് യു അപ്പോൾ നമുക്ക് പിന്നെ വിചാരിക്കാം കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ കൊടുത്തു കുട്ടിക്ക്. അത് കഴിഞ്ഞ് കുട്ടി ഇതൊക്കെ ചെയ്തു എന്നിരിക്കട്ടെ. അപ്പം നമ്മൾ പിന്നെയും ChatGPT ചോദിക്കുന്നു, മൈ സ്റ്റുഡൻറ്റ് have answered all the above 10 questions. Can you give me little more challenging questions?
കുറേ ക്വസ്റ്റ്യൻ വേണ്ട, 5 questions. അപ്പോൾ ഈ കുട്ടി ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ടീച്ചറിൻ്റെ ഒരു എഫക്റ്റ് വരുന്നത് അവിടെയാണ്. നമ്മൾ കുട്ടികളെ പെട്ടെന്ന് ഡിഫിക്കൽട്ടായിട്ടുള്ളതിലേക്ക് ആക്കരുത്. വീക്കായിട്ടുള്ള കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഗ്രേഡ് ചെയ്ത് ഫ്രം ഈസി ടു ഹാർഡ് അല്ലെങ്കിൽ ഫ്രം ഈസി ടു ചാലഞ്ചിങ് ആ രീതിയിലാക്കണം. അപ്പോൾ ഇപ്പോൾ അത് കുറച്ചുകൂടി ഇതായി. എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്? A rectangle has a length that is twice its width. If the perimeter of the rectangle is 36, find the length and width of the rectangle. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ടീച്ചിങ്ങിന് വളരെ നന്നായിട്ട് ChatGPT ഉപയോഗിക്കാൻ പറ്റും. സോ ഓൺലി യുവർ ഇമാജിനേഷൻ വിൽ സ്റ്റോപ്പ് യു ഫ്രം ബിക്കമിങ് ബെറ്റർ ആൻഡ് ബെറ്റർ ടീച്ചർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. താങ്ക് യു.